അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ. നല്ലൊരു ചെറുപയർ കറിയും പിന്നെ മലപ്പുറത്തുകാരുടെ സ്വന്തം ഓട്ടടൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ അരിപ്പൊടി വെച്ചിട്ടാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിരുന്നു ഓട്ടടൻ്റെ റെസിപ്പി കാണിക്കണം, അവരൊക്കെ ഗ്യാസുമ്മൽ ചുട്ടാൽ നന്നാവലില്ല, വിറകടുപ്പിൽ മാത്രമേ നന്നാവലുള്ളൂ എന്ന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് ഗ്യാസുമ്മൽ തന്നെ ചുട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ചെറുപയർ കറി ഉണ്ടാക്കാൻ നോക്കട്ടോ. അപ്പോൾ ഞാനിതാ 1 കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. അത് മുളപ്പിച്ചിട്ടുള്ള ചെറുപയറാണ് ഞാൻ എടുത്തത്. അങ്ങനെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ മുളപ്പിച്ച ചെറുപയർ ഉള്ളതുകൊണ്ട് അങ്ങനെ എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 കപ്പ് ചെറുപയറിന് 3 കപ്പ് വെള്ളം, അതാണ് നല്ല അളവ് കേട്ടോ. ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള അളവാണ്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വിസിലൊക്കെ ആകുമ്പോഴത്തേന് തന്നെ നല്ലോണം വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി അത് വേവണ നേരം കൊണ്ട് അരിപ്പൊടി ഇട്ട് മാവ് റെഡിയാക്കി എടുക്കട്ടോ. അപ്പോൾ അത് 2.5 കപ്പ് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചിട്ട് വറുത്തെടുത്ത അരിപ്പൊടിയും പറ്റും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പത്തിരിപ്പൊടിയൊക്കെ ഇല്ലേ ആ അരിപ്പൊടിയും പറ്റും കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം കേട്ടോ. ചിലവർക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ചുവന്നുള്ളിയും ചെറിയ ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഫസ്റ്റ് ഞാൻ പച്ചവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. നല്ല കട്ടിയിലാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞ് കിട്ടാനുള്ള ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മാവ് ഈ കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഈ മിക്സിൻ്റെ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. നമ്മൾ ഈ അരച്ച മാവിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ലൂസാക്കി കൊടുക്കാനുള്ള വെള്ളം, തിളപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കരുത്. മാവ് നല്ലോണം ഒന്ന് സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചുടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു പരുവത്തിലാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി നമുക്കിത് അവിടെ ഇരിക്കട്ടെ. ഒരു 10 മിനിറ്റ് നമ്മൾ കറിയൊക്കെ ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേന് മാവ് നല്ല പാകമായിട്ട് കിട്ടിക്കോളൂ കേട്ടോ. പിന്നെ ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. നമുക്ക് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കാൻ വെളിച്ചെണ്ണയാണ് നല്ലത്. അപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നുള്ള് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും നമുക്ക് നല്ല ജീരകം വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പാക്കുക, ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു 3 ചുവന്ന മുളക് ഒന്ന് നടു കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുപയർ കറിക്ക് കരിവേപ്പിൻ്റെ ഇല നല്ല ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ്. പിന്നെ അത് ഒരു സവാളയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ചെറുപയർക്ക് 1 സവാള കേട്ടോ. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നല്ല അത്യാവശ്യം നല്ല എരിവുള്ള പച്ചമുളക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കട്ടെ. അത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കട്ടെ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിക്കണമല്ലോ, അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വല്ലാതെ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് പൊടികൾ നമ്മൾ ഇങ്ങനത്തെ കറികളിൽ ചേർക്കാത്തതായിട്ടാണ് നല്ലത്. അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരുപാട് മസാലകളൊന്നും നമ്മൾ ചേർക്കരുത്. പൊടികളൊക്കെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു നല്ലോണം പഴുത്തിട്ടുള്ള ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തക്കാളി നല്ലോണം ഒന്ന് വഴറ്റി വെന്തിന് കിട്ടണം കേട്ടോ. പിന്നെ അതിൽ ഈ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചെറുപയർ വേവിക്കാൻ വെച്ചപ്പോൾ അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ചുടുവെള്ളം ഞാനിത് ഒഴിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മളെ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഞാൻ ഈ ഒഴിച്ചെടുത്തിട്ടുള്ളത് ചുടുവെള്ളമാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് ഒരു 2-3 മിനിറ്റ് മൂടി വെച്ചിട്ട് എടുത്ത് നോക്കിയപ്പോൾ നല്ലോണം പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കയ്യിലിൻ്റെ ബാക്ക് ഭാഗം വെച്ചിട്ട് ഒന്നിങ്ങനെ ഉടച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെറുപയർ ഒഴിച്ചെടുക്കാം. ചെറുപയർ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. നമ്മളിത് കുതിർത്ത ചെറുപയറാണെങ്കിലും അല്ലാത്ത ചെറുപയറാണെന്നുണ്ടെങ്കിലും
5 വിസിലൊക്കെ ആകുമ്പോഴത്തേന് എങ്ങനെയായാലും നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഇനി ചെറുപയറിൽ ഈ മസാല ഒക്കെ നല്ലോണം ഒന്ന് പിടിച്ച് വരുന്നത് വരെ ഒരു 15 മിനിറ്റ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം തിളപ്പിച്ചതിന് ശേഷം ഒന്ന് നമ്മൾ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഒന്നും കൂടി മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലോണം മസാല ഒക്കെ ചെറുപയറിൽ പിടിച്ച് ഒന്നുകൂടെ കുറുന്നനായിട്ട് വരും കേട്ടോ കറി. പിന്നെ നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് കുറച്ച് നേരം വെച്ചാൽ കറി ഒന്നുകൂടെ കുറുകി സെറ്റായി കിട്ടും കേട്ടോ. ഇപ്പം തന്നെ പാകത്തിന് ഒരു തിക്നെസ്സൊക്കെ ആയിട്ട് നമ്മളെ കറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറി കാണാനും നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമ്മളെ അപ്പത്തേക്കും അതേമാതിരി ഈ ഓട്ടടയ്ക്കും ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. ഇതിന് ചില സ്ഥലത്ത് ഓട്ടട, ചില സ്ഥലത്ത് കുത്തപ്പം, അങ്ങനെ പലതും പറയും. നല്ല കുത്തി എടുക്കണം, അതുകൊണ്ടാണ് തോന്നുന്നത് ഇതിന് കുത്തപ്പം എന്ന് പേര് വന്നിക്കണത് കേട്ടോ. നമ്മളിവിടെയൊക്കെ ഇതിന് ഓട്ടട എന്നാണ് പറയൽ. അപ്പോൾ അത് ആ കറി നല്ലോണം അടിപൊളിയായി സെറ്റായി കിട്ടിയിട്ടുണ്ട്, ചെറുപയർ കറി കേട്ടോ. അപ്പോൾ കണ്ടോ, ഇത് ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. അപ്പോൾ ഒന്നും കൂടി തിക്നെസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ മൂടി വെച്ചിട്ട് നമ്മൾ അപ്പം ചുട്ടെടുക്കാൻ പോകട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ഒരു അപ്പം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാണിക്കാൻ ഞാൻ ക്യാമറയിൽ കുടുങ്ങിയില്ല കേട്ടോ. ഞാൻ ക്യാമറ ഓണാക്കാൻ മറന്നതാണ്. പിന്നെ അതാ രണ്ടാമത്തെ അപ്പമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ അപ്പം ചുട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതേ ഫ്ലെയിമിൽ തന്നെ നമ്മൾ നല്ലോണം തീ കൂട്ടി വെച്ചിട്ട് തന്നെ ചുട്ടെടുത്താൽ മതി. നല്ലോണം സോഫ്റ്റായിട്ട് ഉള്ളിലൊക്കെ നല്ല ആരെടുത്ത് വന്നിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഓട്ടട തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിത് മാതിരി ഇങ്ങനെ പതുക്കെ വേണം ഇതിങ്ങനെ കുത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുത്തിയെടുക്കണതുകൊണ്ടാവും ചിലപ്പത്തിന് കുത്തപ്പം എന്നുള്ള പേര് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട റെഡി ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളും ഇതേമാതിരി തന്നെ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ പുറം ഭാഗം കാണിച്ചു തരാം. നമ്മൾ അടി പിടിച്ചിട്ടും കരിഞ്ഞു പോയിട്ടും ഒന്നുമില്ല കേട്ടോ. പിന്നെ അടുത്തത് ഒഴിക്കുകയാണെന്നുണ്ടെങ്കിലും ചട്ടി ഇതേമാതിരി തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. നമ്മളിങ്ങനെ അരക്കുമ്പോഴല്ലാതെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മാവിലും കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അപ്പം കടിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ തേങ്ങ കടിക്കാൻ കിട്ടുന്നതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ചിരണ്ടിയ തേങ്ങ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ ചിരവി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ. നമുക്കിത് അരി അരച്ചിട്ടും ഇതേമാതിരി ഓട്ടട ചുട്ടെടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ ഇനി എപ്പോഴെങ്കിലുമൊക്കെ വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരണ്ട്. അരിപ്പൊടിയായിട്ട് കാണിക്കുന്നത് കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ. അരിപ്പൊടിയായിട്ട് പെർഫെക്റ്റായിട്ട് ഓട്ടട ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കാണിക്കുമോ എന്നുള്ളത്. അപ്പോൾ ആ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതേപോലെയൊക്കെ ഒന്ന് ഓട്ടട ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല സൂപ്പറായിട്ട് ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പം തന്നെ കണ്ടില്ല, നല്ല കുഴഞ്ഞിരിക്കണ ഉള്ളിലൊക്കെ നല്ല ആരെടുത്തിട്ടുള്ള നല്ല ഓട്ടട റെഡിയായി കിട്ടിയിരിക്കണം. പിന്നെ നമ്മളെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടനൊക്കെ ഒന്ന് ഓൾ പ്രസ് ചെയ്തും കൂടി വെക്കട്ടോ. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ഞാൻ ഓട്ടട കഴിക്കാൻ പോകട്ടെ. രാവിലെ ചായ കുടിക്കാൻ പോവുകയാണ്. ഓട്ടടയും ചെറുപയർ കറിയും നല്ല കോമ്പിനേഷൻ അല്ലേ. അപ്പോൾ അത് നല്ല ചൂടോടെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഇതേപോലത്തെ നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. ഒരുപാട് സ്നേഹത്തോടെ നൂറാ തിരൂർ.